ക്യാബ് മറിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. പക്ഷേ എന്നെക്കൊണ്ട് ഒരാൾക്ക് ക്യാബ് മറിക്കാൻ പറ്റും തോന്നുന്നില്ല. ഇതാണ് റിവേഴ്സും നേരെ റിവേഴ്സിൻ്റെ കഥയും കഴിഞ്ഞാൽ എൻ്റെ മേൽ മൊത്തം വേർത്തെ. ഞാൻ ഇവിടെ കോഴിക്കോട് കഴിഞ്ഞപ്പോൾ ഷർട്ട് ഊരി. എൻ്റെ ഈ വണ്ടിയായിട്ട് കുറേ നാൾ മുന്നേ ഒരു പന്തലിൻ്റെ ലോഡ് കയറ്റി നമ്മുടെ കായംകുളത്ത് നിന്ന് കയറ്റിയിട്ട് നേരെ പോണത് പറഞ്ഞു കഴിഞ്ഞാൽ കൊയിലാണ്ടി കഴിഞ്ഞിട്ടാണ് തോന്നുന്നു, മാഹിക്ക് ഇപ്പുറം. അപ്പോൾ അവിടെ പോകുന്ന ടൈമിൽ എന്താക്കി വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് 9 മണിക്ക് വണ്ടി ലോഡ് കയറ്റിയിട്ട് ഞാൻ എന്താക്കി വെച്ച് കഴിഞ്ഞാൽ വണ്ടി എടുത്ത് 10 മണിക്ക് 10 മണിക്ക് ഹൈവേക്ക് ചാടി. അതായത് തിരക്കുണ്ടാവില്ലല്ലോ, ഓടി എത്തുക എന്ന് വിചാരിച്ചിട്ട് എടുത്ത് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ രാത്രി നല്ല രീതിയിൽ ദമ്മിൽ ഫുഡ് അടിച്ചിട്ട് ഞാൻ എന്താക്കി വെച്ച് കഴിഞ്ഞാൽ ആലപ്പുഴ എത്തിയ പാടെ എനിക്ക് ക്ഷീണം വന്ന് ചവിട്ടി വണ്ടി അവിടെ. സമയം അപ്പോൾ 12 മണി കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ 12 മണിക്ക് വണ്ടി ചവിട്ടി ഒരു ഉറങ്ങിയിട്ട് പിന്നെ വണ്ടി എടുത്ത് 3 മണിക്ക് 6 മണിക്ക് ഞാൻ 200 കിലോമീറ്റർ ഞാൻ 250 കിലോമീറ്റർ ഞാൻ പാസ് ചെയ്യേണ്ട. ഞാൻ ഇവിടെ കിടക്കുക, എവിടെയാണ് ആലപ്പുഴ കടന്നുറങ്ങുക. സ്പോട്ടിൽ എണീച്ച് 3 മണിക്ക് എണീച്ച് വണ്ടി എടുത്ത് അങ്ങനെ ഒരു മീഡിയം സ്പീഡിൽ എന്ന് വെച്ചാൽ 60ൻ്റെ മേപ്പോട്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെ ഡീസൽ ഇങ്ങനെ മൈലേജ് ഷോർട്ടാവും. അപ്പോൾ ഈ 60ൽ ഇങ്ങനെ പിടിച്ചിങ്ങനെ പോയോ. അത്ര വലിയ ലോഡില്ല, ഒരു 6-7 ടൺ ലോഡ്. ഈ ഓടിക്കൊണ്ട് ടൈമിൽ വണ്ടിയുടെ ഗിയർ സ്ലിപ്പായി. അത് നമ്മുടെ വാടാനപ്പള്ളിയാണ്, തൃപ്രയാർ എത്തുന്നതിൻ്റെ മുന്നേ ഈ വണ്ടിയുടെ ഗിയർ സ്ലിപ്പായിട്ട് പണിയായി. അങ്ങനെ 6 മണിയാകുമ്പോൾ വണ്ടി ചവിട്ടി. 6 മണിക്ക് വണ്ടി ചവിട്ടി പിന്നെ എടുക്കുന്നത് 10 മണിക്കാണ്. ഞാൻ എത്ര സ്പോട്ടിലെത്തിയപ്പോൾ 3 മണി 4 മണി ആ സമയം. അത്രയ്ക്കും ലേറ്റായി. അപ്പോൾ ആ വീഡിയോയിലൊക്കെ നിങ്ങളെ കൂട്ടിക്കൊണ്ട് വന്നിട്ടാ. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട, ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ. അപ്പോൾ നേരെ സ്റ്റാർട്ട് ചെയ്തല്ല. വണ്ടറെ ഗിയർ ലിവർ കണ്ടാ, നോക്കിയേ, റിവേഴ്സ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്. അപ്പോൾ ക്ലച്ച് നല്ല പിടുത്തം പിടിച്ചിട്ടാ. ഇപ്പോൾ റിവേഴ്സും മണ്ണില്ലറപ്പേ കണ്ടോ. റിവേഴ്സും നേരെ റിവേഴ്സിൻ്റെ കഥയും കഴിഞ്ഞാൽ ഒരു മിനിറ്റ് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പം റിവേഴ്സ് വീണിട്ടാ കാണിച്ചാ വണ്ടി പോകുന്നു. റിവേഴ്സ് ഗിയർ വീണ്, പക്ഷേ റിവേഴ്സ് ഒന്നും പുറത്ത് വരുന്നില്ലല്ലോ. അപ്പോൾ നമ്മുടെ വണ്ടി ഇപ്പോൾ റിവേഴ്സിൽ മാത്രം കുടുങ്ങിയിരിക്കുക കേട്ടോ. ഇപ്പോൾ ന്യൂട്രായി കണ്ടോ, നോക്കിയേ. ഇതാണ് ഇപ്പോൾ നമ്മുടെ ഗിയറിൻ്റെ അവസ്ഥ. നമ്മുടെ വണ്ടിയെ 4th ഗിയറിൽ വീണിട്ടുണ്ട്. അപ്പം പതുക്കെ അനങ്ങി പോകട്ടോ. ഏതുവരെ കിട്ടുമെന്ന് അറിയില്ല, എന്നാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഗിയർ മൊത്തം പ്ലേ അടിച്ചാട്ടോ, വേറെ ഒന്നല്ല. ഗിയർ മൊത്തം പ്ലേ കയറിയതാണ്. ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു കൊടുത്തു വെക്കാം. ക്യാബിയും പോകേണ്ടി വരും. അപ്പോൾ ഇവിടുന്ന് എത്ര ദൂരം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. നല്ല പുക അടിക്കുന്നു. അത് വണ്ടി ഈ ഒരൊറ്റ ഗിയറിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ നമുക്ക്. ഇട്ടിട്ടേ ഞാൻ എന്താക്കി ഒന്ന് പതുക്കെ കാല് കൊടുത്തേ, ഒന്ന് നല്ല രീതിയിൽ പ്രസ് ചെയ്തിട്ട് കാല് കൊടുത്തപ്പോൾ വണ്ടി നനങ്ങി ഫ്രണ്ടിലേക്ക്. അപ്പോൾ മനസ്സിലായി വണ്ടി ഗിയർ പ്ലേ അടിച്ചാന്ന്. അപ്പോൾ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും നമുക്കിങ്ങനെ പതുക്കെ ഓടിയിട്ട് വല്ല വർക്ക്ഷോപ്പ് ഉണ്ടോ നോക്കണം.
ഇത് കയറ്റത്തൊക്കെയാണ് പണിയാവുക. ഹൈവേ ആയതുകൊണ്ട് പണി കിട്ടായിരുന്നു ആദ്യം. അപ്പോൾ ഏതായാലും ഞാൻ വർക്ക്ഷോപ്പ് നോക്കട്ടെ കേട്ടോ. ഇവിടെ റൈറ്റ് സൈഡിൽ എന്തോ ഷെഡ് കാണാണ്ട്. വർക്ക്ഷോപ്പാണോ? നമുക്കൊരു കാര്യം ചെയ്യാം. എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഓട്ടോ വർക്ക്ഷോപ്പ് ഉണ്ട്. പുള്ളിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു വർക്ക്ഷോപ്പിൻ്റെ നമ്പർ കിട്ടും. പറയാൻ പറ്റില്ല, കോൺടാക്റ്റ് ഉണ്ടാവും. അതാ പിന്നെ ഇവിടെ ഒരു ഷെഡ് ഉണ്ട് കേട്ടോ. എന്താ അറിയില്ല, വലിയ വണ്ടികൾ പണിയെടുക്കണ കാറിൻ്റെ ആണോ അറിയില്ലത്. രണ്ടെണ്ണം ഇത് കാറിൻ്റെ ആയിരിക്കും, അതെന്താ അറിയില്ല, ചോദിച്ചോക്കാം. ഇവിടെ ലോറിയും കിടക്കണ്ടേ സൈഡിൽ. പുള്ളി ഇവിടുത്തെ വർക്ക്ഷോപ്പത്തെ നമ്പർ തന്ന്, ഇതിപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഇത് വർക്ക്ഷോപ്പാണ്. അപ്പോൾ ആൾ നമ്പർ തന്നിട്ടുണ്ട്. പിന്നെ വേറെന്താ, വിളിച്ചു ഒരു 10 മണി നമ്മൾ വരത്തുള്ളൂ. വിളിച്ചു നോക്കാം. സമയത്ത് വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ല. പിന്നെ ആ ചേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, വാഷ്റൂമിൽ പോകണമെങ്കിലോ കുളിക്കണമെങ്കിലോ ഒന്ന് പറഞ്ഞാൽ തുറന്നു തരാമെന്ന്. ഹോട്ടൽ തൊട്ടടുത്തുണ്ട്. ഏതെങ്കിലും ജസ്റ്റ് ഒരു 5 മിനിറ്റ് പരിചയം മാത്രം ആരെങ്കിലും പറയും. അത്രക്ക് നല്ല മനുഷ്യൻ. കാരണം നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോഴാണ് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഓരോ മനുഷ്യന്മാരെ നമുക്ക് കാണാൻ പറ്റും. കാരണം പുള്ളി പറഞ്ഞാൽ അത്ര ദൂരത്ത് നിന്ന് വരുന്നതല്ലേ, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ബാത്റൂമിൽ പോകണമെങ്കിൽ ജസ്റ്റ് പറഞ്ഞേക്ക് തുറന്നു തരാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ വിചാരിച്ചിട്ട് ഇതാ ഇരിക്കുകയാണ്. വാഷ്റൂമിൽ പോകണമെങ്കിലോ ഫ്രഷ് ആവാൻ എന്ത് ചെയ്യുമെന്ന് എനിക്കൊരു പിടുത്തല്ലാണ്ട് നിൽക്കുന്ന ടൈമിൽ ആ ചേട്ടൻ വന്ന് പറഞ്ഞ കാര്യമാവും. ഇതാ പറഞ്ഞത്, ഏതാപത്തിലും നമ്മൾ വിശ്വസിക്കുന്നത് നമ്മുടെ മതത്തിലെ ദൈവങ്ങളുണ്ടാവും. അപ്പോൾ എൻ്റെ മതത്തിൽ ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ പടച്ചവരെയാണ്. അപ്പോൾ പടച്ചവൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ കിടന്ന വണ്ടി ഇവിടെ എത്തിച്ച് തന്നെ ഈ വർക്ക്ഷോപ്പിൻ്റെ മുന്നിൽ ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല. അവിടെ കിടന്ന വണ്ടി ഇപ്പോൾ ഒരു 2 കിലോമീറ്റർ ഓടി വന്നിട്ടുണ്ടാവും. ഫ്രീ റോഡിൽ ഇങ്ങനെ ഓടി വന്ന് ഇവിടെ കൊണ്ട് എത്തിച്ച് തന്ന്. ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. അവിടെ ആ ഒരു ഏരിയ ഇല്ലാത്ത സ്ഥലത്താണ് ഈ വർക്ക്ഷോപ്പിൻ്റെ മുന്നിൽ കൊണ്ടിട്ട്. പിന്നെ ഇവിടുന്ന് കൊണ്ട് അനങ്ങളില്ല, ഗീറ് വീഴുന്നില്ല. വീണ് കഴിഞ്ഞാലും വണ്ടി അവിടെ പോയി കഴിഞ്ഞാൽ പെടും. കാരണം അവിടെ ഹെയർ ബ്രേക്ക്, സ്പീഡ് ബ്രേക്ക് ഉണ്ടാവും. ചാടിക്കഴിഞ്ഞാൽ ഗീറ് മാറണം. ക്ലച്ചിൻ്റെ മുകളിൽ കാല് വെക്കും, ക്ലച്ച് കത്തി പോവും. അപ്പോൾ എന്താ ഈ ഗീറും ക്ലച്ചും നല്ല നമ്മുടെ മുതലാളിമാർ നമുക്ക് വണ്ടി വന്നിട്ട് അവർക്ക് നമ്മൾ പണി കൊടുക്കാൻ പാടില്ലല്ലോ, മോശമല്ലേ. നമ്മുടെ വണ്ടി ഇതാ കിടക്കണ്ട, എന്താ പറയുക. എന്താ ഏഷ്യർ നല്ല വണ്ടി കേട്ടോ. എനിക്ക് ഏഷ്യറാണ്. എനിക്ക് ഞാൻ ആദ്യം എടുത്തത് ഏഷ്യർ തന്നെ, അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി വണ്ടി. കാര്യം നല്ല മൈലേജുള്ള വണ്ടിയാണ്. മൈലേജ് ഉണ്ട്, നല്ല പോക്കും പോകും. പിന്നെ വണ്ടീനെ ഏത് കഴിഞ്ഞാൽ കംപ്ലൈൻ്റ് ആവും. ഇന്ന വണ്ടി നിന്നുണ്ട്, അത് ബെൻസ് ആണെങ്കിലും ലക്ഷറി വാഹനങ്ങളായാലും അല്ലാത്ത വാഹനങ്ങളായാലും കംപ്ലൈൻ്റ് ആവും അല്ലേ. ആ ചേട്ടൻ ഇപ്പോൾ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വിളിച്ചിട്ട് സംസാരിച്ച് പുള്ളി വരുമ്പോൾ ഒരു 10-10:30 ആവും. അപ്പോൾ ഏതെങ്കിലും എന്തെങ്കിലും ലീവറോ കാര്യങ്ങളൊന്ന് ലൂസായിട്ടുണ്ടോ വിട്ടിട്ടുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ വണ്ടർ അടിയിലോട്ട് കയറാൻ പോവുക. അടിയിൽ അപ്പോൾ അടിയിലൂടെ നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും കാണുമെന്ന് എനിക്കറിയില്ല, നോക്കി വെക്കാം. അല്ല ക്യാബിൻ പോക്കേണ്ടി വരും, വെയിറ്റുള്ള ക്യാബിൻ ഒറ്റക്കൊന്നും പൊങ്ങൂല്ല. അപ്പോൾ ഒന്ന് പൊക്കി നോക്കാം കേട്ടോ. ഇതിൻ്റെ അടിയിൽ കിടക്കുക കേട്ടോ, നോക്കിക്ക് കണ്ടോ. ഇതാണ് ഈ വണ്ടർ അടിയിലെ ഭാഗങ്ങൾ കണ്ടോ. എക്സോസ്റ്റ് വരുന്ന പോകണുണ്ടോ. അപ്പോൾ ഓക്കെ, എന്താ മനസ്സിലാവണില്ല. അവിടെ ക്യാബിൻ പൊക്കി മറിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. പിന്നെ ഗിയറിൻ്റെ ലിവറും കാര്യങ്ങളൊക്കെ ഇതുണ്ടോ. ഇതാണ് ഗിയറിൻ്റെ ലിവറും കാര്യങ്ങളൊക്കെ ഉണ്ടോ. ഇത് ഗിയർ ബോക്സായി കാണുന്നത് ഉണ്ടോ. ഗിയർ ബോക്സിൽ നിന്ന് പോണ
അപ്പോൾ ഈ സാധനം ഉണ്ടോ, ഈ സാധനം ഇതാണ് ഗിയർ. ഇതെന്നെ തോന്നുന്നു കേട്ടോ. പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ലിവർ ഇതാ, ഈ ലിവറില്ല ഞാൻ പറഞ്ഞ ലിവർ നേരെ താണ്ട നേരെ ഓക്കെ ക്യാബിൻ്റെ അങ്ങോട്ടാണ് പോണത്. ക്യാബിൻ്റെ അവിടെ നിന്ന് നേരെ അവിടെ നിന്ന് പൊങ്ങും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാട്ടോ ഞാൻ പറഞ്ഞത് ഇതൊക്കെ എന്താവോ എനിക്കറിയില്ല. നമുക്ക് ഓരോ മെക്കാനിസം ഇത് റിലീസ് ചെയ്യുന്ന ടൈമിൽ ഇതുണ്ട് ഒക്കെ ഇത് താഴെ ഇവിടെ പറഞ്ഞിട്ടുണ്ടാവും. ഇതും പൊക്കിയിട്ട് ക്യാബിന് മറയ്ക്കുക. പക്ഷെ ഒരാളെ കൊണ്ടൊക്കെ സാധിക്കുന്ന കാര്യമാണ്. പക്ഷെ ചടങ്ങ് പിടിച്ച കേസാണ്. നല്ല രീതിയിൽ പ്രസ് ചെയ്ത് പൊക്കണം. പൊക്കി കഴിഞ്ഞാലും പിന്നെ വണ്ടി ഇരിക്കാൻ പറ്റില്ല. അത് താത്താൻ വേണ്ടി ഞാൻ അടുത്ത മലപ്പുറത്തും മുടിക്കണം. അപ്പോൾ നമുക്കിപ്പോഴുള്ള പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള പരിപാടിയാണ് കാണിച്ചു തരാം കേട്ടോ. ഡ്രസ്സൊക്കെ ഒതുക്കി വെച്ചതാണ് ഞാൻ എന്തോ കാരണത്തിലേ. അതൊക്കെ എടുത്ത് അങ്ങോട്ട് ഇങ്ങോട്ട് മറിച്ചിട്ട് പേസ്റ്റ് എന്ത് ചെയ്യും അവിടെ ഉണ്ട്. ഇത് കണ്ടോ ടൂൾസ് എല്ലാം ഉണ്ട് കേട്ടോ വണ്ടിയിൽ. സ്പാനർ സെറ്റ്, പിന്നെന്താ ഒരു കത്തി, നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സാധനം കേട്ടോ. എന്താ ഇത് നമ്മുടെ ബാറ്ററി വാറൻറ്റി കാർഡ്. ഇതെന്താ ബോൾട്ടാണോ ഇല്ല അത് മറ്റേ അതെന്താ ഹെയർ ബ്രേക്കിൻ്റെ സാധനങ്ങൾ. ബുഷോ കേട്ടോ. ഹെയർ ബ്രേക്കിൻ്റെ ബുഷ് കാര്യങ്ങൾ. ടെസ്റ്റർ, അരം, പേന്, വെളിച്ചെണ്ണ ഞാൻ ഉപയോഗിക്കില്ല. എനിക്ക് ഒന്നാമതേ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം എനിക്ക് തീരെ ഇഷ്ടമല്ല സാധനമായിരുന്നു. ഒരു സ്മെല്ലത് പണ്ടൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഉപയോഗിക്കാറില്ല. അപ്പോൾ പല്ലേക്കട്ടെ, പല്ല് വെച്ചിട്ടേ എന്താ ഇവിടെ വല്ല ഹോട്ടലിൽ പോയിട്ട് വല്ലതും കഴിക്കാം. ഒറ്റക്കൈ കൊണ്ട് അങ്ങനെ ഒക്കെ നോക്കിയല്ലോ. പണ്ടുമ്മ ഇതിലും കുറച്ചേ തരുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പറയും വീണ്ടും തെക്ക്. ഞാൻ പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് നേരെ ഇതുവരെ പേസ്റ്റ് ഇടാറാണ് പണ്ട് പതിവ്. പിന്നീട് മനസ്സിലായി പേസ്റ്റ് നമ്മൾ ഓവറായിട്ട് ബ്രഷ് ഇട്ടിട്ട് നമ്മുടെ പല്ലുമിട്ട് അടിക്കുന്നത് പല്ലിന് നല്ലതല്ലാന്ന്. അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാ ഈ ഗോൾഗേറ്റിൻ്റെ വൈറ്റില്ലേ അത്. അതിൽ നിന്ന് മാറിയിട്ടാണ് ഞാൻ പിന്നെ KP നമ്പൂതിരിയായത്. KP നമ്പൂരി എനിക്ക് കിട്ടിയില്ല. അപ്പോൾ തന്നെ ഇനിയിപ്പോൾ പല്ലേപ്പും മുഖം കഴുകലൊക്കെ കഴിഞ്ഞിട്ടാണ് ഒരു കുപ്പി വെള്ളം കൊണ്ട് ഇതായി. വണ്ടി ഇങ്ങനെ കിടക്കുമ്പോൾ സങ്കടമാകുക. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യാൻ അറിയണ്ടെങ്കിൽ സുഖമായിരുന്നു. എന്തെങ്കിലും ചെയ്തിട്ട് സെറ്റാക്കായിരുന്നു. ഇതറിയില്ല. എൻ്റെ കണ്ണട ഫുള്ള് കറുത്ത കണ്ടു, ബ്ലാക്കായി. അത് ഇതാണ് എന്താ പറയുക, നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ നമ്മുടെ ഡേ നൈറ്റ് മോഡാട്ടാ. വെയിലത്ത് ഇങ്ങനെ ബ്ലാക്ക് അടിക്കും, നല്ല ഡാർക്ക് ബ്ലാക്ക് ആവട്ടോ. ഞാൻ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം നോട്ടെ. എന്നുണ്ട് ഫുള്ള് കൂളിംഗ് ഗ്ലാസ് പോലെ അല്ലേ. ഇത് മാറാനായി ഒരു 3 വർഷമായിട്ടാണ്. അതാണ് കളറൊക്കെ പോയി നോക്കിയാൽ അത്യാവശ്യം വില ഉണ്ട്. വില പറയുമ്പോൾ എനിക്ക് അത്യാവശ്യം വില ഉണ്ട്, നിങ്ങൾക്ക് എങ്ങനെയൊക്കെ അറിയില്ല. ആകെ എത്ര ഒരു 4000
ആ റേഞ്ച്. ഫ്രെയിമിനല്ല, ലെൻസിനാണ് നല്ല വില എന്നുള്ളത്. കണ്ടാ അടിപൊളിയല്ലേ? ഭക്ഷണം കഴിക്കാൻ വിചാരിച്ചിട്ടേ 2 മിനിറ്റ് ഒന്ന് വണ്ടി കിടന്നതാണ്. നല്ല ഉറങ്ങി എണിച്ച ഉടനെ നേരെ വർക്ക്ഷോപ്പിൻ്റെ അടുത്ത് പോയി. അപ്പോൾ ആ ചേട്ടനെ കണ്ട്, വർക്ക്ഷോപ്പിലെ ചേട്ടനെ കണ്ട്. ചേട്ടനോട് ഞാൻ പറഞ്ഞു, നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു. ആ മനസ്സിലായി പറഞ്ഞു, വണ്ടി ഇവിടെ കിടക്കുന്ന പറഞ്ഞു. ആ ഹൈവേയിൽ കിടക്കുന്നുണ്ട്. ആ ഇപ്പോൾ വരാട്ടാറുണ്ട്. കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ പുള്ളി നേരെ വണ്ടി വന്ന് നോക്കി. ആ പോണ ആളാണ് ചേട്ടൻ. ആ ചേട്ടൻ വന്നു. അപ്പോൾ എന്തോ നെട്ടും വാഷറും ഊരിപ്പോയതാന്നൊക്കെ പറയുന്നുണ്ട്. കിട്ടുമോ നോക്കട്ടെ എന്ന്. ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചില്ല. രാവിലത്തെ 5 മിനിറ്റ് കൊണ്ട് ജസ്റ്റ് ഒന്ന് കിടന്നതാണ്. ആണ്ട് ഉറങ്ങിപ്പോയി. ഉറങ്ങി അടിച്ചത് 9 ആകുമ്പോഴാണ്. ഇപ്പോൾ 10 മണി ആവാനായി. എണിച്ച ഉടനെ പെട്ടെന്ന് ആദ്യം വിചാരിച്ച് കഴിച്ചിട്ട് വരണോ വിചാരിച്ച്. അപ്പോൾ അതിനായിട്ട് ആളെ പുള്ളിനെ വിളിച്ചിട്ട് നേരാക്കിയതിന് ശേഷം നമുക്ക് സമാധാനമാണല്ലോ. അതാകുമ്പോൾ പോണ വഴിയിൽ ഇവിടെ നിർത്തി ജസ്റ്റ് എന്തൊരു ലൈറ്റായിട്ട് വല്ല കഴിക്കാനും കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ തന്നെ കേട്ടോ താഴത്ത്. ഞാൻ നോക്കിയ ഭാഗത്തൊന്നല്ല, എനിക്ക് പിന്നെ അറിയാത്തതുകൊണ്ടാണ്. തൊട്ടടുത്ത് ജസ്റ്റ് ഈ ഞാൻ നേരത്തെ ഇങ്ങോട്ടത് ക്യാബിൻ്റെ ഇങ്ങോട്ടാണ് വന്നത്. ഇപ്പോൾ ഇവിടെ കാണിച്ചിട്ടാ ഇതുണ്ടോ, ഇവിടേക്ക് ഞാൻ വന്നത്. ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട കറക്റ്റ് ക്യാബിൻ്റെ ഈ മേളിലായിട്ടുള്ള ഗിയറിൻ്റെ നേരെ താഴെ ഒരു ലിവർ ആടി കളിക്കുക. ആ പുള്ളിയെ നോക്കിയിട്ട് പറഞ്ഞ് എന്തോ വാഷറും പുഷൊക്കെ ഊരിപ്പോയത് പറഞ്ഞു കിട്ടുമ്പോഴത്തെ. സമാധാനം അതായാൽ മതി. കാരണം വെച്ചാൽ ഗിയറിൻ്റെ മേളിക്കുന്ന ബോക്സിൻ്റെ മുകളിലൊന്നും തൊടാതിരിക്കട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കയ്യിൽ നിന്നുകൊണ്ട് പൊട്ടും പൈസ. ഇതാണ് നമ്മുടെ ഗിയറിന് പ്ലേ വരാനുള്ള കാരണം. അപ്പോൾ അതിൻ്റെ എന്തോ ഊരി പോയിരിക്കുന്നതാണ് പറഞ്ഞത്. പുള്ളി പോയി എടുത്തിട്ട് വരുഞ്ഞ് നോക്കട്ടെ. ഇതുണ്ടാ ആ ചേട്ടൻ എടുത്ത് വന്നിട്ട് ടൂൾസ് ആട്ടാ. 2 റിങ്, 3 ഇതെന്ത് ഇത് മറ്റേ എൻ്റെ കയ്യിലുണ്ട് ഇങ്ങനത്തതാണ്. മറ്റേ ഇത് റിങ് ലോക്ക് എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനം കേട്ടോ. പ്ലെയർ, കട്ടിങ് പ്ലെയർ. അങ്ങനെ ചേട്ടനോട് ഞാൻ ചോദിച്ചു ക്യാബിൽ മറിക്കണോ ചോദിച്ചു. വേണ്ടോ കുഴപ്പമില്ല, അടി കിടന്നിട്ട് ചെയ്യാറുണ്ട്. കേട്ടാ ഇതാണ് അതിൻ്റെ വാഷ് വരുമ്പോൾ കട്ട് ചെയ്തിട്ട് ഒപ്പാക്കണം. നമ്മുടെ വണ്ടി നേരായി കഴിഞ്ഞു. ഒരു ബുഷ് പോയതാട്ടാ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, അപ്പോൾ ഈ വീഡിയോക്ക് ഒരു എൻഡിങ് വേണ്ടേ. അപ്പോൾ ഈ ലോഡ് ഇറക്കണ തന്നെ ആവാം എൻഡിങ് കേട്ടാ. അപ്പോൾ ഇനിയിപ്പോൾ ഇടയിൽ കഴിഞ്ഞ പോലെ പണി കിട്ടായിരുന്നാൽ മതി. പഠിച്ചതിനോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കിട്ടല്ലേന്ന്. എന്തോ ഒരു ഭാഗ്യം കൊണ്ടാണ് ചെറിയൊരു പണിയിൽ ഒതുങ്ങിയത്. 10 ആകെ വലിയ ചാർജൊന്നും മേടിച്ചില്ല, 200 രൂപ ആയിട്ടുള്ളൂ കേട്ടോ. ജസ്റ്റ് ഒരു ബുഷ് മാറി തന്നെ. ചിലരൊക്കെ ആണെങ്കിൽ കൈ വെച്ച് കഴിഞ്ഞാൽ 200 രൂപ ആപ്പിട്ട് പോകും. ചേട്ടനോട് ഞാൻ വേറെ കാര്യം ചോദിച്ചു, ചേട്ടാ അതേപോലെ പെട്ട് കഴിഞ്ഞാൽ ഒരു 10 കിലോമീറ്ററിൻ്റെ ഉള്ളിലൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടില്ല. തിരക്കിലല്ലെങ്കിൽ ചെയ്തു തരാറുണ്ട്. അത് മതി. കാരണം നമ്മളിപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല നമ്മുടെ വണ്ടി എവിടെയാണ് എങ്ങനെയാണ് ഭാവിയിൽ. ഇപ്പോൾ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാണല്ലോ ഭാവിയിൽ ഉപകാരം. അപ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയും ദൂരം എന്താ വെച്ചാൽ തെപ്രയർ പോകണമെന്ന് പറഞ്ഞത്. ഇവിടെ അടുത്തൊന്നും പുള്ളിക്ക് അറിയില്ല. ഒരു ഓട്ടോക്കാരോട് വെച്ചപ്പോൾ 1 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ടൗണിലേക്ക്. ആ ടൗണിൽ ചേട്ടൻ പറഞ്ഞത്. അതുകൊണ്ട് വണ്ടി എടുക്കട്ടെ കേട്ടോ. നേരം വൈകി, നല്ല നേരം വൈകി. എന്നാൽ ഇപ്പോൾ കോഴിക്കോട് പാസ് ചെയ്യേണ്ട സമയമാണ്. മുതലാളി വിളിച്ചിട്ട് നല്ല ആട്ട് കൊട്ടി. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ വണ്ടി ഓടിയില്ലേ ചോദിച്ച്. കാണാൻ ചെയ്തല്ലോ സംഭവം. എൻ്റെ ഓടായിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ കളിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് നല്ല റെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്താക്കി മൊബൈൽ കളിച്ചിരുന്നു. എന്നോട് പോയി ചോദിച്ചു, മൊബൈൽ കളിച്ചിരുന്നിട്ടല്ലേ രാത്രി ഉറങ്ങിയത്? എന്നോട് പറഞ്ഞ് ഉറക്കം വരികയാണെങ്കിൽ 1 മണിക്കൂർ കടന്നുറങ്ങിക്കുന്നതാണ് പറഞ്ഞത്. പക്ഷേ അത് ഞാൻ പറഞ്ഞു വണ്ടി എന്താ പറയുക പുലർച്ചെ 3 മണിക്ക് ആലപ്പുഴയിൽ നിന്ന് എടുത്തതെന്ന് പറഞ്ഞപ്പോൾ തന്നെ പുള്ളിക്ക് ദേഷ്യം. അപ്പോൾ വണ്ടി ഓടിയില്ലെന്ന് ചോദിച്ചത്.
ശരിയല്ലേ? മൊബൈലുകളിൽ കുറച്ച് കൂടുതലാണ്. അപ്പോൾ വണ്ടി ഓടിക്കുകയാണ്. അപ്പോൾ കാണാം. ഇപ്പോൾ അത്യാവശ്യം ഗിയറിടാൻ നല്ല സുഖമുണ്ട് കേട്ടോ. മറ്റേ ഭയങ്കര ഹാർഡായിരുന്നു. എന്താ വെച്ചാൽ പ്ലേ കൂടിയിട്ട് ഇടാൻ പറ്റാത്ത രീതിയിലായിരുന്നു. ഭയങ്കര സുഖമുണ്ട്. ഞാൻ പെട്ടെന്ന് പോട്ടെ. ഇതിൽ കഴിക്കണം. ഞാൻ ഇപ്പോൾ തണുത്ത വല്ലതും കഴിക്കുള്ളൂ. വല്ല പഫ്സോ ലൈമോ എന്തെങ്കിലും കുടിക്കുള്ളൂ. ഉണ്ടോ എന്ത് സുഖം ഗിയറിടാൻ. അപ്പോൾ എൻഡിങ് ഇതിൽ ലോഡ് ഇറക്കണം കാണിച്ചു തരാം കേട്ടോ. ലോഡ് എന്താണെന്ന് കാണിച്ചു തരാം. ഇതൊക്കെ ചാവക്കാട് ബീച്ചിൻ്റെ സൈഡിൽ കൂടെയുള്ള റോഡാട്ടത്. അവിടെ നല്ല അടിപൊളി ട്രാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ചാവക്കാട് ടൗൺ ടച്ച് ചെയ്യില്ല. ടൗൺ ടച്ച് ചെയ്യാണ്ട് നമ്മൾ നേരെ ടൗണൊക്കെ പാസ് ചെയ്തിട്ട് ഞാൻ മിക്കപ്പോഴും ഈ വഴിയും ഞാൻ ആദ്യം ഒരു വഴി കാണിച്ചിരുന്നില്ല, ചാവക്കാട് ബീച്ച്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് എനിക്കിഷ്ടപ്പെടാം നീള ടൂറിസം പാലം, അതായത് നീള പാർക്ക് എന്നൊക്കെ പറയും, അല്ലെങ്കിൽ കർമ്മ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഏരിയ. ഈ രണ്ട് ഏരിയ കൂടെ ഞാൻ മിക്ക സമയത്ത് ഞാൻ വരും കേട്ടോ വണ്ടിയിൽ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ വഴി കൂടെ പോകാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തണുത്ത കാറ്റ്. എന്ത് കാറ്ററിയുന്നുണ്ടോ ആ സൈഡിലെ ഹാർബറൊക്കെ കേട്ടോ. പൊന്നാനി ഹാർബറാണ് ഇത്. നേരെ അവിടെ പോണത് ഇവിടെ ചമ്മറോട്ടം പാലത്തിനവിടെ ചെല്ലും. നമ്മൾ പൊന്നാനി മറ്റേ സിഗ്നലിൻ്റെ അവിടെ നിന്ന് പോണ ടൈമിൽ ഈ വഴി വരുമ്പോൾ ഭയങ്കര രസമാണ്. മറ്റേ റോഡ് കുറച്ച് തിരക്കാണ്. അപ്പോൾ ഇപ്പോൾ ഈ റോഡ് ഞാൻ നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് ഓടിച്ച് കാണിച്ചു തരാം. എന്ന് വെച്ചാൽ ഞാനല്ല വണ്ടി ഫാസ്റ്റായിട്ട് ഓടിക്കുന്ന കാര്യമല്ല പറഞ്ഞത്, വീഡിയോ കേട്ടോ. ഞാൻ ഈ റോഡ് മിക്കത് ഉപയോഗിക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഈവനിങ് സ്പോട്ടാണ്. ഈവനിങ് സ്പോട്ട് പറഞ്ഞാൽ ഈവനിങ് ടൈമിൽ ഒരുപാട് ആൾക്കാർ ഈ ഏരിയയിലും വേറെ സ്ഥലത്തുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് ഭയങ്കര ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു ഏരിയയാണ്. എൻ്റെ ആകുമ്പോൾ അത്രയ്ക്കും ഭംഗിയാണ് ഒരു വൈകുന്നേരം. പിന്നെ ബോട്ട് സർവീസ് ഉണ്ട് ഇവിടെ. പിന്നെ ഒരുപാട് ചായക്കടകൾ റൈറ്റ് സൈഡിൽ. കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ഏരിയ. കാരണം വെച്ചാൽ പൊന്നാനിന്ന് എനിക്ക് തോന്നുന്നൊരു 3-4 കിലോമീറ്റർ ഉണ്ട് ഇങ്ങോട്ട്. നല്ലൊരു ഏരിയ പറഞ്ഞാൽ അങ്ങനത്തെ ഏരിയ. ഞാനൊക്കെ ചെക്കന്മാരൊക്കെ ആയിട്ട് നമ്മുടെ പെരുന്നാളുടെ ടൈമിലായാലും അല്ലെങ്കിൽ നാട്ടിൽ പോകുന്ന ടൈമിലൊക്കെ ഇവിടെ പോയിട്ടാണ് സ്പെൻഡ് ചെയ്യുക. അങ്ങനത്തെ ഒരു ഏരിയ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് ഈ കർമ്മ അല്ലെങ്കിൽ നീള പാർക്ക് എന്നൊക്കെ പറയുന്നത്. എക്സിബിഷനൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു കുറച്ച് നാൾ മുന്നേ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ കുറച്ച് മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഒരു ഫ്ലവർ ഷോ എന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനത്തെ ഒരു ഏരിയയാണിത്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് സ്ട്രെയിറ്റ് 1 കിലോമീറ്റർ കാണുന്നൊരു ഏരിയയാണ് നമ്മുടെ ചമ്മറോട്ടം പാലം. ഇത് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് കണ്ടതാണ്. നോക്കിയാൽ മേല് മൊത്തം നല്ല രീതിയിൽ വയർത്ത്. ഇപ്പോൾ ഇവിടുന്ന് വണ്ടി എടുത്തിട്ടുള്ളൂ കേട്ടോ. ഞാൻ കോഴിക്കോട് എത്തിയപ്പോൾ എന്താക്കി വെച്ച് കഴിഞ്ഞാൽ നടക്കുന്നില്ല. ഷർട്ട് പറഞ്ഞാൽ എന്താ ഈ ബ്ലാക്ക് ടീഷർട്ട് തന്നെ ചൂടെടുത്തിട്ടുണ്ടല്ലോ. ഒരു പിടുത്തം വിട്ട് ഞാൻ ആകണ്ട് അടങ്ങാറായി. ഈ ഫാനാച്ചാൽ ചൂട് കാറ്റ്. എന്താ ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടില്ല എത്തിയിട്ട്. പിന്നെ ഇവർ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു. കയറ് അയക്കാനും അവരെന്നെ പായ മടക്കി തന്നെ. ആകെ ക്ഷീണം പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാ ഇപ്പോൾ കുറച്ച് നേരം ഫാനിൻ്റെ കാറ്റ് ഫാനിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാറ്റ് കൊണ്ടിരിക്കുക. കോഴിക്കോട് എത്തിയപ്പോൾ ഞാൻ ഷർട്ട് ഊരി പിന്നെ ഷർട്ട് ഇടാണ്ട് ഇതുവരെ ഞാൻ വണ്ടി ഓടിച്ചത്. പിന്നെ നമ്മുടെ ഗിയർ പഴയ അവസ്ഥയായി. കാണിച്ചു തരാം. പഴയ അവസ്ഥ. ഇത് എപ്പോഴും ഊരിച്ചാടെ ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഏതെങ്കിലും വർക്ക്ഷോപ്പ് കാണണം. പിന്നെ ഇവിടെ തന്നെ കുളിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കുളിക്കുകയും ചെയ്യാം. നീലാവ് ചൂടിച്ചിട്ട് സൈക്കിളില്ല. ഏർത്തിട്ടുണ്ടോ? ഏർത്തിട്ട് അപ്പോൾ ലോഡ് ഇറക്കിക്കൊണ്ട് നിൽക്കണം. തൊട്ടടുത്തൊരു കാറ് നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇറങ്ങാനും കഴിയില്ല. അപ്പുറത്തോടെ ഇറങ്ങാൻ എനിക്ക് മടി. ഇവിടെ ഗിയർ ഞാൻ കാണിച്ചു കേട്ടോ. ഗിയർ വീഴും. പക്ഷെ എന്താ ആ പഴയ പ്ലേ ആണ്. എന്താ നമ്മുടെ അരിമാവ് ആട്ടാൻ വേണ്ടി അമ്മി ഉരുട്ടുന്ന പോലെ ഗിയറിൻ്റെ അവസ്ഥ. തൊട്ടടുത്ത് കാറ് കൊണ്ട് നിർത്തിക്കണുണ്ടോ? ഈ ഡോർ തുറന്നിട്ട് അതിൻ്റെ മുകളിൽ പെയിൻറ്റ് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞു കേട്ടോ. അതവിടെ വാഷ്റൂം. ഇതെന്താ ഗവൺമെൻറ്റിൻ്റെ എന്തോ പരിപാടി എന്നൊക്കെ പറഞ്ഞത്. ഇതൊരു ഗ്രൗണ്ട് കേട്ടോ. നമ്മൾ കറക്റ്റ് ഇവിടുന്ന് മാഹിക്ക് ഒരു 5-6 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ഡീസൽ അടിക്കാം. ആദ്യം ഇവിടെ നിന്ന് 500 രൂപയ്ക്ക് ഡീസൽ അടിച്ചിട്ട് അവിടെ പോവാം. അല്ലെങ്കിൽ കണ്ടോ നമ്മുടെ ലോഡ് കയറി.
ഇത്ര ലോഡ് കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഫുള്ള് ബാക്കിൽ മൊത്തം കാർപ്പറ്റ് ആയിരുന്നു കേട്ടോ, ബാക്കിയൊക്കെ ഇരുമ്പാണ്. കാർപ്പറ്റ് കൊണ്ടുപോയി ഇവിടെ വിരിക്കാനുള്ള തോന്നും കേട്ടോ. ഇവിടെ ഉള്ളിൽ പണി നടക്കുന്നുണ്ടോ. വമ്പൻ വെള്ളയല്ലേ, നല്ല പ്ലേ. ഗീറ് വീഴുന്ന കടിച്ചിട്ടാ ഗീറ് വീഴുന്നത്. കീറുന്നില്ലേ അയച്ചതാ അതായിരുന്നു. അതന്നെ വണ്ടിയുടെ ഗിയറ് ഭയങ്കര പ്ലേ അടിച്ചിട്ട് ഇതല്ല ഈ വാഷ് കാരണം. ശരിക്കും ഇതിന് സൂട്ടബിൾ ആയിട്ടുള്ള വാഷല്ല. ഇവിടെ വരിക, ഇവിടെ വരും. ഇതാണ് ഗിയറിൻ്റെ സെറ്റ്. ഓക്കെ കേട്ടോ, ഗിയർ വീഴുന്നു, ഇതാ വീഴുന്നു. എന്താ പുത്തൻ വണ്ടി പോലെ ഗിയർ വീഴുന്നു. അതാ രണ്ടാം വട്ടം വീണ്ടും ഗിയർ പഴയ അവസ്ഥയിലായിട്ട് നമ്മൾ അവിടെ കൊടുവള്ളിയിൽ നമ്മൾ വടകര വന്ന് ലോഡിറക്കി മാഹിന്ന് ഡീസലടിച്ച് അവസാനം കൊടുവള്ളി വന്നിട്ട് നമ്മളെന്താക്കി ഇതാ വർക്ക്ഷോപ്പിൽ കയറ്റി നേരാക്കി കഴിഞ്ഞ് ഇന്നിവിടെ ഫുള്ള് അടവാണ്. ഒരു ചേട്ടൻ മാത്രം ഇവിടെ തൊട്ടടുത്തുണ്ടായിരുന്നു. പുള്ളി എന്ത് ചെയ്ത് ഹെൽപ്പ് ചെയ്ത് തന്നെ. കാരണം നമുക്ക് ഇന്നിപ്പോൾ പോകണം, അല്ലെങ്കിൽ വല്ല മാർഗ്ഗമില്ല. അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷം. കാരണം പുള്ളി ഇന്ന് ലീവായിട്ട് നമുക്ക് വേണ്ടിയിട്ട് വണ്ടി നേരാക്കി തന്നു. എന്താ വെച്ചാൽ ഇന്നെന്താ ഇവിടെ ഒരു പരിപാടി ആനന്ദം ഒന്നുണ്ട് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളി നേരാക്കി തന്ന്. അപ്പോൾ പോട്ടെ, നമുക്ക് വണ്ടി എടുത്ത് നേരെ പോകാൻ നിൽക്കാം. ഇനിയിപ്പോൾ പരിപാടി ലോഡാവണം പോകണം. അപ്പോൾ ഫസ്റ്റത്തെ സ്ഥലം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെയാണ്, നമ്മുടെ തൃപ്രയാർ എത്തുന്നതിൻ്റെ ഒരു 3-4 കിലോമീറ്റർ പുറകിൽ ഹൈവേ തന്നെ റൈറ്റ് സൈഡിൽ. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് കാണാൻ പറ്റും. റൈറ്റ് സൈഡിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഓട്ടോ, ബൈക്ക്, സോറി കേട്ടോ, ഓട്ടോ ഉണ്ട്, പിന്നെ എന്താ നമ്മുടെ കാർ വർക്ക്ഷോപ്പ് ഉണ്ട്. തൊട്ടപ്പുറത്ത് ലോറിയാണ്, അതവിടെ എഴുതിയിട്ടൊന്നുമില്ല. അപ്പോൾ അത് കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാക്കിയാൽ മതി. ഹൈവേ തന്നെയാണ് റൈറ്റ് സൈഡിൽ. നിങ്ങളിപ്പോൾ തൃപ്രയാറിന്ന് വരികയാണെങ്കിൽ അടുത്ത സൈഡിലായിട്ട് വരും. നിങ്ങൾ അങ്ങോട്ട് പോകുകയാണെങ്കിൽ റൈറ്റ് സൈഡിൽ. പിന്നെ ഇതിപ്പോൾ കൊടുവള്ളിയിലാണ്. കൊടുവള്ളിയിൽ ഇപ്പോൾ എവിടെ വെച്ച് കഴിഞ്ഞാൽ കൊടുവള്ളി ഹോസ്പിറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ കഴിഞ്ഞിട്ടൊരു പാലം വരും. ആ പാലം കയറി ഇറങ്ങിയിട്ട് അടുത്ത സൈഡിൽ അവിടെയാണ് ഈ വർക്ക്ഷോപ്പ് വരുന്നത്. അപ്പോൾ രണ്ടാളുള്ള മറ്റേ ചേട്ടൻ്റെ നമ്പർ ഞാൻ സേവ് ചെയ്ത് വെച്ചിക്കണം, നോക്കട്ടെ, നോക്കിയിട്ട് ഇവിടെ കൊടുക്കാം. പിന്നെ ഈ ചേട്ടൻ്റെ നമ്പർ ഞാൻ കൊടുക്കാം. അപ്പോൾ വിളിച്ചോ, ആരെങ്കിലും വരികയാണെങ്കിൽ, അറിയാത്തവർ വരികയാണെങ്കിൽ. അപ്പോൾ അടുത്ത വീഡിയോ ടാറ്റ. ഇത് കണ്ടോ, കൊടുവള്ളി ഹോസ്പിറ്റലാണിത്. ഇത് കഴിഞ്ഞിട്ടാണ് ആ വർക്ക്ഷോപ്പ്. ഒരു പാലമുണ്ടോ, അതൊരു പാലാട്ടോ. കാരണം ആ പാലം കയറി ഇറങ്ങി ഒരു 150 മീറ്റർ ഫ്രണ്ടോട്ട് പോകുമ്പോൾ അടുത്ത സൈഡിലൊരു പള്ളി കാണാം, മുസ്ലിം പള്ളി. ആ മുസ്ലിം പള്ളിയുടെ തൊട്ടടുത്ത് തന്നെ, അവിടെ ഇട്ടാൽ മതി വണ്ടി കേട്ടോ. ഈ വീഡിയോയുടെ നല്ല ടൈം എനിക്ക് എടുത്തിട്ടുണ്ട്. ഒന്നുകൊണ്ടല്ല, എഡിറ്റിങ്ങിൻ്റെ ഒരു ചെറിയൊരു ലാഗിങ് ആണ് എനിക്ക്. ഞാൻ ഇപ്പോൾ പറഞ്ഞാൽ ഭയങ്കര മടിയാണ്, അതാണ് സംഭവം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീണ്ടും പറയുകയാണ്, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഞങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ഇങ്ങനെ മുന്നോട്ടുള്ള കയറാനുള്ള ഓരോ ഊർജ്ജം. പക്ഷേ ഈ ഊർജ്ജം എൻ്റെ എഡിറ്റിങ്ങിൽ കുറഞ്ഞു പോവുകയാണ്. ഇത് സംഭവം എന്ന് വെച്ചാൽ മടി പറയുമ്പോൾ വേറെ ഒന്നല്ല, ഞാൻ റെസ്റ്റ് ഉണ്ടായിട്ടും ഞാൻ ചെയ്യുന്ന പരിപാടിയല്ല, എനിക്ക് തിരക്ക് കാരണം കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റാത്തതാണ്. ഞാൻ അഥവാ ഫ്രീ ആവുകയാണെങ്കിൽ ഞാൻ മിക്ക സമയത്തും കുറച്ച് നേരം മൊബൈലും കുറച്ച് നേരം റെസ്റ്റ് എടുക്കാനാണ് ഞാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നിപ്പോൾ ഓട്ടമില്ല, വെറുതെ ഇരിക്കുക. അപ്പോൾ എഡിറ്റ് ചെയ്ത് ഇപ്പോൾ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അതാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ കാണിച്ചത്. അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ